ഇൻഷുറൻസ് കെയർ പൂർണ്ണമായിട്ട് വിട്ടുപോയി. പക്ഷെ എനിക്കെല്ലാം പറ്റുന്നുണ്ട്. കുറേ ജീവിതത്തിലെ തിക്താനുഭവങ്ങളിൽ കൂടെ കുറേയൊക്കെ നമ്മൾ സ്വയം ജീവിക്കാൻ പഠിച്ചു. ഇപ്പോൾ ഒരാൾ പോയാലും വലിയ ദുഃഖമൊന്നുമില്ല. ഒരുപാട് ഒരുപാട് കരഞ്ഞിരുന്നു. ഒരാളൊക്കെ നമ്മൾ ഇഷ്ടമില്ലാണ്ട് പോയില്ലേ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും, പിന്നെ അങ്ങനത്തെ സങ്കടമൊന്നുമില്ല. ഒറ്റയ്ക്കായിരുന്നു ജീവിതകാലം മുഴുവൻ. ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ വലിയ പേടിയൊന്നുമില്ല. ഒരു കാലം കഴിയുമ്പോൾ ഒന്ന് തട്ടിപ്പോവും, നേരെ ഡെഡാവും, അത്രയൊക്കെ ഉള്ളൂ. അത്രയും നാൾ നമുക്കൊരു പർപ്പസ് ഉണ്ട്. പരമാവധി ബ്രഹ്മചര്യം, ദൈവത്തെ കൂടുതൽ അറിയൽ, എക്സ്റ്റസി, അങ്ങനെയുള്ളൊരു വഴിയിൽ, ഒരു ആത്മീയമായ വഴിയിലൂടെ പോകാൻ താല്പര്യം. അല്ലാതെ ശരീരത്തിലെ എല്ലാ ഊർജ്ജവും ഒരു സ്ത്രീക്ക് വേണ്ടി കളഞ്ഞ് അവരുടെ പുറകെ അവരുടെ ലാപ്ടോപ്പായി നടന്ന് വെറുതെ ഒരു കൊച്ചിനെയൊക്കെ നോക്കി ആ കൊച്ചും തിരിഞ്ഞു നോക്കൂല, അച്ഛൻ പെണ്ണും തിരിഞ്ഞു നോക്കൂല, നാട്ടുകാരുടെ വീട്ടുകാരുമായിട്ട് കോമാളിയായിട്ട് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കോമാളിയായിട്ട് ഇനി അവസാനം പെണ്ണങ്ങനെ ഇട്ടേച്ച് പോയ ഡൈവോഴ്സ് കോടതിയിൽ നിരങ്ങി നിരങ്ങി നാറി നാറി വലിഞ്ഞ് കുത്തിയൊരു ജീവിതത്തിലൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതേ സമയത്ത് എന്തിനാണ് വെറുതെ ഈ ട്രാപ്പിലേക്ക് പോകുന്നത്? ഈ ട്രാപ്പ് സ്കിപ്പ് ചെയ്താലും ജീവിക്കാൻ പറ്റും. പലരും ഈ ട്രാപ്പിൽ കൂടെ പോയിട്ട് വരെ ഡിവോഴ്സായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ, ഇത് നിർബന്ധമല്ല. ഇത് അത്രയും സൂപ്പർ ഒരു സാഹചര്യം മാത്രം ഒത്തു കിട്ടിയാൽ മാത്രം ഒക്കെ ആയാൽ, അല്ലെങ്കിൽ ഒരാൾ നിർബന്ധിക്കില്ല ഇതിനു വേണ്ടി പോകണമെന്നോ സമയം എടുക്കണമെന്നോ ഒന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? സമാധാനം എന്ന സാധനം മാത്രം മതി ജീവിക്കാൻ. ദൈവം എന്നുള്ള ശക്തിയോട് കൂടെയുണ്ട്. ഇനി എല്ലാവരും ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തവരെ പോലെ ഏകാന്തമായി ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. ഫാമിലി ഉണ്ട്, എല്ലാം ഓക്കെയാണ്, എല്ലാം ഇപ്പം മര്യാദയ്ക്ക് നന്നായി പോകുന്നു. ഇപ്പോൾ കണ്ട കുഞ്ഞുങ്ങളുടെ കണ്ട തീട്ടങ്ങളുടെയൊക്കെ പുറകെ നടന്ന് സമയം കളയുക എന്നുള്ളത് മാത്രമേ, വേറെ ഒന്നുമില്ല. ഈ നല്ല കാലം യുവത്വം ഒക്കെ അടിച്ച് പൊളിക്കുക, പരമാവധി ഊർജ്ജസ്വലനായി നിൽക്കുക, നല്ല ഇതായിട്ട് ഈ കണ്ട വീഡിയോയും പോണതൊക്കെ അങ്ങനത്തെയുള്ള മാസ്റ്റുബേറ്റൊക്കെ ചെയ്ത് നമ്മുടെ ഊർജ്ജവും രേഖസും മോജസ്സും ഒക്കെ കളയാണ്ട് ബ്രഹ്മചര്യത്തിൽ അധിഷ്ഠിതമായിട്ട് ശക്തമായ ചിന്തയോടെ വിചാരധാരയോടെ മുന്നോട്ട് നീങ്ങുക, ഒരു ഉത്തമ പുരുഷനായി മാറുക. പിന്നെ ഭാവിയിലെല്ലാം നന്നായി വരികയാണെങ്കിൽ സാമൂഹിക സ്ഥിതി, പുരുഷന്മാരുടെ നിലവാരം, വില ഒക്കെ എല്ലാം വളർന്നു വരികയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരു കൈ നോക്കാമെന്നില്ലാണ്ട്, അല്ലാണ്ട് വെറുതെ ഈ കണ്ട സാധനങ്ങളുടെ കിട്ടുന്നതൊക്കെ ഈ പാവാട അലക്കാനുള്ള യോഗ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ട, അതൊന്നും താല്പര്യമില്ല. അതിനൊക്കെ ഒറ്റയ്ക്ക് ചത്തൊടുങ്ങി ആവട്ടെ എന്നുള്ളത് തന്നെയാണ് കാര്യം. അതൊക്കെ അവരുടെ കർമ്മഫലമാണ്. ഒരു തരത്തിലും സ്വാർത്ഥതയാണ് അവരെയൊക്കെ ഇപ്പോഴും നയിക്കുന്നത്. ഇപ്പോൾ അവർ ഒറ്റപ്പെടുത്താൻ കാരണം അതേ സ്വാർത്ഥത തന്നെയാണ്. അവർ ഭയങ്കര സ്വാർത്ഥരായിരുന്നു. അവരുടെ കാര്യം മാത്രം നോക്കി ശ്രദ്ധിച്ചൊരു വലിയ കാലഘട്ടം. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ യുവാക്കളുടെ ഒരു യുവത്വം എന്നുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നെഗ്ലക്റ്റ് ആയിരുന്നു. സമൂഹത്തിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ, അതുപോലെ ഈ സ്ത്രീ സമൂഹം എന്ന് പറയുന്നവരുടെ, അവർ വീണ്ടും വീണ്ടും നമ്മുടെ പുരുഷന്മാരെ നാണം കെട്ടി ഇകഴ്ത്തിക്കെട്ടി ഏതെങ്കിലും പുരുഷൻ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരിലും വെറുപ്പ്, എല്ലാ പുരുഷന്മാരും റേപ്പിച്ചു, എന്തൊക്കെയായിരുന്നു കുറച്ച് കാലം മുന്നേ. ആക്രമണമായിരുന്നു പുരുഷന്മാർക്കെതിരെ. അതൊക്കെ കഴിഞ്ഞ് പുരുഷന്മാർ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് ഇനി ദുരന്തങ്ങളുടെ തീട്ട നാടകമാണെന്ന് പറഞ്ഞാൽ ഈ തീർക്കിട്ടങ്ങൾ തീട്ടുകൾ ചത്തുകൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ പറഞ്ഞുള്ള ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ഒരു ചത്തൊടുങ്ങും എന്ന് പറയുന്നതിൽ വലിയ അർത്ഥവും അന്തസത്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എന്താ പറയുക, ഒരു നല്ല സ്വഭാവമുള്ള ഒരാളെ കിട്ടിയാൽ നമ്മളെല്ലാം ഇത് പ്രേമം, ഒരു പ്രേമമല്ല സ്നേഹം എവിടെ ഉണ്ടോ അവിടെ വേണമെങ്കിൽ റിലേഷന് സ്കോപ്പ് ഉണ്ട്. സ്നേഹം, അതായത് കൈൻഡ്നെസ്, ജെൻറ്റിൽനെസ്, എന്താ പറയുക, ആക്സെപ്റ്റൻസ്, അതൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതിന് വെറുതെ പോകാം. എന്നല്ലാതെ നിവർത്തികേട് കൊണ്ടോ നീഡ്നെസ് കൊണ്ടോ കോഡിപെൻഡൻസി കൊണ്ടോ സാമ്പത്തിക ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി കൊണ്ടോ ഒന്നും ഒരിക്കലും ഒരു സ്ഥലത്ത് തല വെച്ച് കൊടുക്കരുത്. ജീവിതം കോഞ്ഞാട്ടിയായിരിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ എത്ര വലിയ 40,000, 50,000, 1,00,000, 10 ലക്ഷം, 10 കോടി കാഴ്ചയുള്ള ടീംസാണെങ്കിലും തല വെച്ച് കൊടുക്കരുത്. കാര്യം അവിടെ തീർന്നു. അവിടെ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം തീർന്നു. പിന്നെ അടിമത്വമാണ്, സ്ലേവറിയാണ്, പുരുഷത്വത്തിൻ്റെ അധപ്പതനവും പിന്നെ പുരുഷത്വത്തിൻ്റെ അടിയറവ് വയ്ക്കലുമാണ് നമ്മുടെ കല്യാണ പ്രസ്ഥാനം. അപ്പോൾ അത് മാക്സിമം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് മുന്നോട്ട് നല്ല ഇമ്പത്തോടെ പോകും. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത് കൊണ്ട് ചൂഷണമായിരിക്കും, അടിയായിരിക്കും, വെടിയായിരിക്കും, കൊടിയായിരിക്കും. ഒരിക്കലും ആ രീതിയിലേക്ക് പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക.